സ്വാഗതം ടോപ് 10ലേക്ക്. 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ UDF ട്രെൻഡ് എന്ന പോൾ പ്രവചനങ്ങൾ. ഒരു ഭരണമാറ്റം കേരള ജനത ആഗ്രഹിക്കുന്നു. സംസ്ഥാനം തൂത്തുവാരുന്ന തരത്തിൽ UDF തരംഗമില്ല. LDFനെ കടപുഴകിയെറിയുന്ന തരത്തിൽ ഭരണവിരുദ്ധ വികാരവുമില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചാൽ അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെയാണ്. അങ്ങനെയെങ്കിൽ മെയ് 4-ന് വോട്ട് പെട്ടി തുറക്കുമ്പോൾ കേരളം കാണാനിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അസമിലും പുതുച്ചേരിയിലും താമരക്കാലം നീളും. മമതയോടെ മമത കുറയുന്നു. വങ്കനാട്ടിൽ ഇനി താമരപ്പാടം പൂത്തുലയും. ദ്രാവിഡ മണ്ണിൽ ശിലയായി സ്റ്റാലിൻ. അങ്ങനെ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചനകൾ ഇനിയും പലതാണ്. വിശദമായി തന്നെ അതൊക്കെ നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. കേരളത്തിൽ UDF അധികാരത്തിലേക്കെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. BJPക്ക് 7 സീറ്റ് വരെ. ബംഗാളിൽ BJPക്ക് അട്ടിമറി മുന്നേറ്റം. അസമിൽ ഹാട്രിക് എന്നും എക്സിറ്റ് പോളുകൾ. തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളിലും ഭരണ തുടർച്ച. വിജയുടെ TVക്ക് 98 മുതൽ 120 സീറ്റുകൾ വരെ നേടുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ. പശ്ചിമ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിൽ 90% പോളിംഗ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ തീരുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഉയർത്തിക്കാട്ടി കോഴിക്കോട്ടും ഫ്ലക്സ്. UDFകാരൻ മുഖ്യമന്ത്രിയാകുമെന്നുറപ്പായെന്ന് മുസ്ലിം ലീഗ്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗിലെന്നും കറണ്ട് പോകുന്നത് ലോഡ് കൂടുമ്പോഴെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി. പെട്ടെന്നുണ്ടായ പ്രതിസന്ധിയിൽ വ്യക്തത വരുത്തേണ്ടത് റെഗുലേറ്ററി കമ്മീഷനെന്നും മന്ത്രി. പിണറായി സർക്കാരിന്റെ കാലത്ത് ആരുമറിയാതെ സംസ്ഥാനത്ത് പവർ കട്ട് ഏർപ്പെടുത്തിയെന്ന് KCB മുൻ ചെയർമാൻ ബിജു പ്രഭാകറിന്റെ വെളിപ്പെടുത്തൽ. പാൽവില കൂട്ടാൻ മിൽമ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ധാരണ. പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം തീയതി തീരുമാനിക്കും. എത്ര രൂപ കൂട്ടണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് ചെയർമാൻ. വില കൂട്ടാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്നും വൈകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും എറണാകുളം യൂണിയൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി B അശോകിന് സസ്പെൻഷൻ. നടപടി സർക്കാർ നയങ്ങളെ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചു എന്ന കാരണത്താൽ. സസ്പെൻഷൻ പ്രതികാര നടപടിയെന്നും ചട്ടവിരുദ്ധമെന്നും B അശോക്. ശബരിമലയിൽ പോയ യുവതികൾ വിശ്വാസികളാണോ എന്ന് സുപ്രീം കോടതി. ബിന്ദു അമ്മിണിയും കനകദുർഗയും കേരളത്തിൽ നിന്നുള്ള ഹിന്ദുക്കളാണെന്ന് അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ്. പരിഷ്കാരത്തിന്റെ പേരിൽ ഒരു മതത്തിന്റെ അന്തസ്സത്ത തകർക്കരുതെന്ന് കോടതി. നിരീക്ഷണം യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദത്തിനിടെ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തം അന്വേഷിക്കുന്ന സ്ഥലം സന്ദർശിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അപകടത്തിൽ പരിക്കേറ്റവരെയും സന്ദർശിച്ചു. കളക്ടറുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും യോഗം ചേർന്നു. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകുമെന്ന് കമ്മീഷൻ. ബംഗ്ലാദേശിൽ 5ാം പനി ബാധിച്ച് 250 മരണം. വാക്സിനേഷൻ പരിപാടിയിലെ പാളിച്ചയെന്ന് വിലയിരുത്തൽ. അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. ഇന്ത്യക്കും മ്യാൻമറിനും മുന്നറിയിപ്പ്. IPL-ൽ മുംബൈക്കെതിരെ ഹൈദരാബാദിന് 245 റൺസ് വിജയലക്ഷ്യം. റയാൻ റിക്കിൾട്ടൺ സെഞ്ചുറി. യുവേഫ ചാമ്പ്യൻസ് ലീഗ് 2ാം സെമിയിൽ ആഴ്സണൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. മത്സരം രാത്രി 12:30. ബംഗളൂരുവിൽ കനത്ത മഴയിൽ മതിലിടിഞ്ഞ് 7 മരണം. മരിച്ചവരിൽ 2 മലയാളികളും 3 മലയാളികൾക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് എറണാകുളത്ത് നിന്നും വിനോദയാത്രയ്ക്കെത്തിയ കുടുംബശ്രീ പ്രവർത്തകർ. സ്റ്റോറി ഓഫ് ദി ഡേ. ഉള്ളം തണുപ്പിക്കാം പല രുചി വഴിയെ. ബംഗാളിൽ BJPക്ക് അട്ടിമറി ജയം. അസമിലും പുതുച്ചേരിയിലും ഭരണ തുടർച്ച. തമിഴ് മണ്ണിൽ സ്റ്റാലിൻ തന്നെ. കേരളത്തിൽ ഫോട്ടോ ഫിനിഷിൽ UDF. 8ഓളം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ നിർണായക സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സൂചനകൾ ഇങ്ങനെയാണ്. ജിഷ്ണു ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ജിഷ്ണു, എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പക്ഷേ ബംഗാളിലടക്കമുള്ള ഫലസൂചനകൾ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. കേരളത്തിൽ UDF ട്രെൻഡ് എന്ന് പറയുന്നു. അതേസമയം BJP അസമിലും പുതുച്ചേരിയിലും താമരക്കാലം തുടരുമെന്ന് തന്നെയാണ് ഈ പറഞ്ഞതുപോലെയുള്ള സൂചനകൾ ലഭിക്കുന്നത്. ഈ വന്ന ഫലസൂചനകളെല്ലാം സമാനമായ രീതിയിൽ തന്നെയാണോ?
സ്വപ്ന, ബംഗാളിൽ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിറകെയാണ് വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനം ബംഗാൾ തന്നെയാണ്. അവിടെ BJP അട്ടിമറി വിജയം നേടും എന്നാണ് പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാണിക്കുന്നത്. പീപ്പിൾ പൾസ് മാത്രമാണ് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാ ഏജൻസികളും ബംഗാളിൽ BJPയുടെ അട്ടിമറി വിജയമാണ് പ്രവചിക്കുന്നത്. പോൾ ഡയറി 294 അംഗ ബംഗാൾ നിയമസഭയിൽ 147 മുതൽ 171 വരെ സീറ്റുകൾ BJPയും 99 മുതൽ 127 വരെ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസും നേടും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ ആകട്ടെ BJP 142 മുതൽ 171 വരെ സീറ്റുകളും തൃണമൂൽ കോൺഗ്രസ് പരമാവധി 130 വരെ സീറ്റുകളും നേടുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പി മാർക്ക് 150 മുതൽ 175 വരെ സീറ്റുകൾ ബംഗാളിൽ BJP പിടിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ടൈംസ് നവും മാട്രിക്സും ഉൾപ്പെടെ മറ്റെല്ലാ ഏജൻസികളും പശ്ചിമ ബംഗാളിൽ തവണ BJPയുടെ അട്ടിമറി വിജയമാണ് പ്രവചിക്കുന്നത്. അത് യഥാർത്ഥ ജനവിധിയോട് എത്രത്തോളം ചേർന്ന് നിൽക്കുമെന്നാണ് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം കടുത്ത പോരാട്ടമാണ്, വാശിയേറിയ പോരാട്ടമാണ് പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ഇത്തവണ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് അവസാന ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. കൊൽക്കത്തയും ഹൗറയും ഹൂഗ്ലിയും നോർത്ത് സൗത്ത് 24 പർഗാനസും ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുൻകാലങ്ങളിൽ തൃണമൂലിന്റെ കോട്ടകളായി നിലകൊണ്ട മണ്ഡലങ്ങൾ പൊളിച്ചെടുക്കാൻ BJPക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടങ്ങളിൽ കൂടുതൽ, അതായത് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ മണ്ഡലങ്ങളിൽ BJPക്ക് കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ സാധിച്ചാൽ മാത്രമായിരിക്കും ഈ എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പശ്ചിമ ബംഗാളിന്റെ ഭരണത്തിലേക്ക് എത്താൻ BJPക്ക് സാധിക്കുക. ഇന്ന് രണ്ടാം ഘട്ടത്തിൽ 90% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ നോർത്ത് 24 പർഗാനസിലും ഡയമണ്ട് ഹാർബറും ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ സംഘർഷം വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ അസം പരിശോധിക്കുമ്പോൾ അസമിൽ BJP ഹാട്രിക് വിജയം നേടും എന്ന എല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നിർണായകമായ ഒരു പ്രഖ്യാപനം പ്രചരണ സമയത്തുണ്ടായിരുന്നു. അസമിൽ BJP സെഞ്ചുറി നേടും, പശ്ചിമ ബംഗാളിൽ ഡബിൾ സെഞ്ചുറി അടിക്കും എന്നുള്ളതായിരുന്നു ഹിമന്തയുടെ പ്രതികരണം. അതിന് സമാനമായി പോൾ ഡയറി അസമിൽ 86 മുതൽ 101 വരെ സീറ്റുകൾ, 126 അംഗ നിയമസഭയിൽ 101 വരെ സീറ്റുകൾ BJP നേടിക്കൊണ്ട് ഭരണ തുടർച്ച BJPക്ക് ഉണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് 30-ൽ താഴെ സീറ്റുകളിലേക്ക് പോകും. ആക്സിസ് മൈ ഇന്ത്യ 88 മുതൽ 100 വരെ സീറ്റുകൾ BJPക്ക് അസമിൽ പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസ് 24 മുതൽ 36 വരെ. പി മാർക്ക് 89 മുതൽ 94 വരെ സീറ്റുകൾ അസമിൽ BJPയും കോൺഗ്രസ് 30 മുതൽ 40 വരെ സീറ്റുകളും. അവിടെ 2016-ലാണ് BJP ആദ്യമായി അധികാരത്തിലേറുന്നത്. പിന്നീട് കോൺഗ്രസിന് അവിടെ ഉണ്ടായിരുന്ന വലിയ സ്വാധീനം നഷ്ടപ്പെട്ടു. ഇത്തവണ ഗൊഗോയുടെ നേതൃത്വത്തിൽ ഒരു തിരിച്ചുവരവിന് വലിയ പോരാട്ടം അസമിൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെങ്കിലും അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നിർണായകമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ബംഗാളിൽ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിറകെ പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ബംഗാളിൽ BJP അട്ടിമറി വിജയം നേടുമെന്നും അസമിൽ BJPക്ക് ഹാട്രിക് വിജയം ഉണ്ടാകും എന്നുള്ളതുമാണ്. അത് യഥാർത്ഥ ജനവിധിയോട് ചേർന്ന് നിൽക്കുമോ, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങൾ എന്തെങ്കിലും കാത്തുവെച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ ഏതായാലും മെയ് 4 വരെ കാത്തിരിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ BJPയും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും എല്ലാം തന്നെ എക്സിറ്റ് പോളുകളോട് പ്രവചിക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നേതാക്കൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്. മമതാ ബാനർജിയും എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. എന്നാൽ എക്സിറ്റ് പോളുകൾക്കും അപ്പുറത്തേക്ക് ബംഗാളിലും അസമിലും മികച്ച വിജയം ഉണ്ടാകും എന്നുള്ളതാണ് BJP നേതാക്കളുടെ പ്രതികരണം. സ്വപ്ന. തീർച്ചയായും ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ ഫലങ്ങൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളോട് ചേർന്ന് നിൽക്കുന്നോ അതോ അതിനപ്പുറമാകുമോ എന്നറിയാൻ ഇനി 5 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുണ്ടാകുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് പ്രതികരിക്കുന്ന രീതിയിൽ തന്നെയാണ്. പ്രവചനങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല, എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രതികരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതിനേക്കാളൊക്കെ, ഈ പുറത്തു വന്നതിനേക്കാളൊക്കെ മികച്ച വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് BJPയുടെ പ്രതികരണവും പുറത്തു വരുന്നത്. എന്തായാലും കേരളത്തിൽ UDFിൻ്റെ തിരിച്ചുവരവ് പ്രഖ്യാപിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 71 മുതൽ 90 സീറ്റുകൾ വരെയാണ് വിവിധ സർവേകൾ UDFിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 52 മുതൽ 69 വരെ സീറ്റുകൾ LDFിന് സ്വന്തമാക്കാൻ കഴിയുമെന്നും എക്സിറ്റ് പോൾ ഫലം പറയുന്നു. 1 മുതൽ 14 സീറ്റുകൾ വരെ NDAക്ക് പ്രവചിക്കുന്നുണ്ട്. ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFിന് അനുകൂലമായ ട്രെൻഡാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്നു. UDFിന് ഏറ്റവും അധികം സീറ്റുകൾ പ്രവചിക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യയാണ്, 90 സീറ്റുകൾ. 70 മുതൽ 80 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് CNN News 18 എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. പി മാർക്കിന്റെ സർവേ പ്രകാരം UDF 71 മുതൽ 79 വരെ സീറ്റുകൾ നേടും.
മാട്രിക്സ് 70 മുതൽ 75 വരെ സീറ്റുകൾ UDF പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾസ് പ്ലസും NDTVയും 75 മുതൽ 85 വരെ സീറ്റുകൾ UDF നേടുമെന്ന് പറയുന്നു. ടുഡേ ചാണക്യ UDF പ്രവചിക്കുന്നത് 72 മുതൽ 80 വരെ സീറ്റുകളാണ്. 10 വർഷത്തെ ഭരണത്തിന് ശേഷവും LDF തച്ചു തകർക്കുന്ന ഒരു തരംഗം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. CNN ന്യൂസ് 18 LDF 58 മുതൽ 68 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു. PMARK 62 മുതൽ 69 വരെ സീറ്റുകളും, മാട്രിക്സ് 60 മുതൽ 65 വരെയും, പീപ്പിൾസ് പ്ലസ് 55 മുതൽ 65 വരെയും, JVC ടൈംസ് നൗ 52 മുതൽ 61 വരെയും, NDTV 55 മുതൽ 65 വരെയും, ആക്സിസ് മൈ ഇന്ത്യ 49 മുതൽ 62 വരെയും, ടുഡേ ചാണക്യ 60 മുതൽ 65 വരെയും സീറ്റുകൾ LDF നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട്. NDA ഇത്തവണ അക്കൗണ്ട് തുറക്കുവാൻ തന്നെയാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. 1 മുതൽ 14 വരെ സീറ്റുകൾക്ക് സാധ്യത കൽപ്പിക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ അക്കൗണ്ട് തുറക്കാനാകുമെന്ന് തന്നെയാണ് NDAയുടെയും പ്രതീക്ഷ. 2021 തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും LDF ഭരണ തുടർച്ച പ്രവചിച്ചിരുന്നു. എക്സിറ്റ് പോളുകൾ അനുകൂലമായവർ ആഹ്ലാദം തുടങ്ങുമ്പോൾ പ്രതികൂലമായവർ എക്സാറ്റ് പോളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എബി ചേരുകയാണ് വിശകലനങ്ങളുമായി. എബി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 3 മുന്നണികൾക്കും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് ഒരു പക്ഷേ ഒരു പരിധിവരെ പറയേണ്ടി വരും. കാരണം ഈ UDFും LDFും തമ്മിലുള്ള ആ സീറ്റ് വ്യത്യാസം എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്, ചെറുതാണ്. ഒരു 5% വ്യത്യാസം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കിത് ഒന്ന് അടുത്ത് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാകുന്നത് ഒരു വലിയ ഭരണവിരുദ്ധ വികാരം അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ഭരണമാറ്റം കേരള ജനത സ്വാഭാവികമായും ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഈ തൂത്തുവാരുന്ന തരത്തിൽ സംസ്ഥാനം മൊത്തം അടിച്ചെടുക്കുന്ന തരത്തിലൊരു UDF തരംഗമൊന്നും ഉണ്ടായിട്ടില്ല. 10 വർഷത്തെ ഭരണത്തിൽ നിന്നൊരു മാറ്റം, അതിനപ്പുറം മറ്റേതെങ്കിലും രീതിയിൽ ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമോ? എന്തായാലും ഈ മെയ് 4 വരെ നമ്മൾ കാത്തിരിക്കണം ശരിക്കും എക്സാക്ട് പോൾ എന്താണെന്ന് അറിയുന്നതിന്. സ്വപ്ന, തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഏതാണ്ട് ഏത് മുന്നണി ജയിച്ചാലും അതൊരു വലിയ മാർജിനിലേക്ക് ആ ഒരു വിജയം ഉണ്ടാകില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു. 100, 110 പറയുമ്പോൾ പോലും നേതാക്കളൊക്കെ തന്നെ ഈ അടക്കം പറഞ്ഞിരുന്നത് 85 സീറ്റ്, 87 സീറ്റ് തുടങ്ങിയിട്ടുള്ള കണക്കുകളായിരുന്നു ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴും അവർ പറയുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ ശതമാന കണക്കിലൊക്കെ വലിയ രീതിയിലുള്ള ഉയർച്ച കണ്ടപ്പോഴും പോളിംഗ് ചെയ്ത വോട്ടിന്റെ എണ്ണത്തിൽ വലിയ കുറവൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ഈ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് സീറ്റിനെ നമുക്ക് ആ നിലയ്ക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ശക്തമായ രീതിയിലുള്ളൊരു മത്സരം തന്നെയാണ് എല്ലാ ഇടങ്ങളിലും നടന്നിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയണം. വലിയ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന നിരവധിയായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടങ്ങളിലുള്ള വിജയങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം ഈ 10 വർഷത്തിന് ശേഷവും ഒരു അടിയൊഴുക്ക് അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ UDF സാധിച്ചിട്ടില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. കാരണം 80-90 സീറ്റ് വരെയാണ് ഏറ്റവും കൂടുതലായി UDF പ്രവചിക്കപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ ആ ഘട്ടത്തിലും 69 സീറ്റ് വരെ LDF നേടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള നിലയിലും പ്രവചനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വളരെ നേരിയതായിട്ടുള്ള ഒരു മാർജിൻ മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ ഉണ്ടാവുക. എന്തായാലും ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ജനങ്ങൾ എന്താണ് അവരുടെ വിധി എഴുതിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെടുത്തിയ ചർച്ചകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇന്ന് ഈ വൈകുന്നേരം 6 മണി വരെയുള്ള ചർച്ചകൾ സ്വാഭാവികമായും ആര് ജയിക്കും, ഏത് വിധേനയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു സജീവമായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഈ എക്സിറ്റ് പോളുകളെ ആധാരമാക്കിയുള്ള ചർച്ചകൾക്കായിരിക്കും ഇനി തുടക്കം കുറിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ബിനോയ് വിശ്വം ആ നിലയ്ക്ക് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പോളിംഗിലാണ് വിശ്വാസമുള്ളത്, അത് വരാനിരിക്കുന്നത് ഉള്ളത് 4-ാം തീയതിയാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ ഞങ്ങൾ പ്രതീക്ഷ കൈവിടുന്നില്ല തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും
അല്പസമയം മുമ്പ് വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ആദ്യമായിട്ട് പ്രതികരിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു എന്നതാണ്. എന്തായാലും ഈ ഒരു 90-100 സീറ്റുകൾ എന്നുള്ളതൊക്കെ ആയിരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കലൊക്കെ തന്നെയായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത് ഒരു 85 സീറ്റ് അല്ലെങ്കിൽ 90 സീറ്റിന് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ 80-ന് താഴേക്ക് പോകുന്ന ഒരു നിലയിലാണ് എങ്കിൽ UDF അധികാരത്തിൽ വരികയും കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഒരു വലിയ രീതിയിൽ അതിനി ആ ഭരണവും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഒക്കെ തന്നെ ഏത് വിധേനയായിരിക്കും എന്നതും ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 10 വർഷം ആ ഒരു ഭരണവിരുദ്ധ വികാരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് UDF എത്രമാത്രം സാധിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായുള്ള ചർച്ചകളിലേക്ക് വരും. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് അത് കൂടുതൽ ആക്കം കൂട്ടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ശക്തമായിട്ടുള്ള മത്സരങ്ങൾ എല്ലായിടത്തും തന്നെ നടന്നിട്ടുണ്ട്. ഈ വോട്ട് ഷെയറിന്റെ കണക്കുകൾ കണക്കാക്കിക്കൊണ്ട് മാത്രം ഒരിക്കലും ഈ നിലയ്ക്ക് ഒരു സീറ്റുകളുടെ കാര്യത്തിൽ ഒരു എണ്ണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിലും പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതീക്ഷ ഇപ്പോഴും LDF മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് ഒരു 75 സീറ്റിൽ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഭരണം നിലനിർത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് LDF ഈ ഘട്ടത്തിലും പറഞ്ഞു വെക്കുന്നത്. പക്ഷേ 90-ന് മുകളിലേക്കുള്ള സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെ ഈ ഒരു വിജയം നേടാൻ കഴിയും അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷ വെക്കുന്നു. ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJPയുടെ NDAയുടെ വളർച്ച തന്നെയാണ്. അതിൽ ഒരു സർവേയിൽ 14 വരെ സീറ്റുകൾ പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ തന്നെയും 4 സീറ്റുകൾ വരെ സ്വാഭാവികമായും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് തന്നെയാണ് NDA ക്യാമ്പും വിചാരിക്കുന്നത്. കാരണം നിരവധിയായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഞാൻ പറഞ്ഞു വന്നത് 3 മുന്നണികൾക്കും പ്രതീക്ഷയും ഒക്കെ ആശങ്കയും ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ എന്തായാലും ഈ മെയ് 4-ന് വോട്ട് പെട്ടി തുറന്നൊക്കെ എണ്ണി അതിൻ്റെ ഫലം പുറത്തു വരുന്നവരെ ആ സസ്പെൻസും പ്രതീക്ഷയുമെല്ലാം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി തമിഴ്നാട്ടിൽ DMK സഖ്യത്തിന് അധികാര തുടർച്ചയുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ്. NDAക്ക് 65 മുതൽ 100 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. 128 മുതൽ 147 സീറ്റുകൾ വരെ നേടി NDA സഖ്യം അധികാരത്തിൽ വരുമെന്ന് ടൈംസ് നൗ പറയുന്നുണ്ട്. NDA അധികാരത്തിലെത്തുമെന്ന് CNN പറയുന്നു. എന്നാൽ വിജയുടെ TVക്ക് 98 മുതൽ 120 സീറ്റുകൾ വരെ നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. പീപ്പിൾസ് പൾസ്, PMark എന്നീ സർവേകൾ പ്രകാരം 125 മുതൽ 145 വരെ സീറ്റുകൾ നേടി DMK സഖ്യം വിജയിക്കും. NDAക്ക് 65 മുതൽ 80 സീറ്റുകളാണ് പീപ്പിൾസ് പൾസും PMarkഉം പ്രവചിക്കുന്നത്. വിജയുടെ TVക്ക് 18 മുതൽ 24 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. എന്തായാലും UDF നേരിയ മുൻതൂക്കത്തിൽ ഒരുപക്ഷെ ഭരണത്തിലേക്ക് എത്തും എന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വരുന്നതോടുകൂടി UDFലെ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച അടിപിടികൾ, ചർച്ചകൾ, അതിനുള്ള തർക്കങ്ങളൊക്കെ അടുത്തൊരു തലത്തിലേക്ക് കൂടി മൂർച്ഛിക്കുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഉയർത്തിക്കാട്ടി കോഴിക്കോട് ഫ്ലക്സ് വന്നിരിക്കുന്നു. ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റനാകുമെന്ന് എഴുതിയ ഫ്ലക്സ് ബോർഡാണ് ജില്ലാ കോൺഗ്രസ് ഓഫീസിന്റെ പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. സെലക്ടറും ക്യാപ്റ്റനും പരിശീലകനും കപ്പ് വാങ്ങുന്നത് എതിർപ്പിന് ഇടയാക്കുമെന്നും പോസ്റ്ററിൽ മുന്നറിയിപ്പുണ്ട്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വയനാട് ടൗൺഷിപ്പിലെ ചോർച്ചയ്ക്ക് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ടൗൺഷിപ്പിന്റെ ഉത്തരവാദിത്വം ഇനി വരാൻ പോകുന്ന UDF സർക്കാരിൻ്റെതാണ്. വയനാട്ടിൽ ഒരു വീട് CPMന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും അത് ചെയ്ത ഏക രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഇപ്പോൾ വയനാട് മുസ്ലിം ലീഗ് അല്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തു. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് CPM. ഒരു വീട് CPM ഉണ്ടാക്കി കൊടുത്തു. ഗവൺമെൻറ് കൊടുക്കുന്ന വീട് 4-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങളതാ. 4-ാം തീയതി കഴിഞ്ഞാൽ ആ വീട് മുസ്ലിം ലീഗ് അടക്കമുള്ള കേരള ഗവൺമെൻറ്റിൻ്റേതാണ്. അപ്പോൾ അത് നന്നാക്കി കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അവിടെ വിള്ളലുണ്ട്, ചോർച്ചയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിള്ളലും ചോർച്ചയും തമ്മിലുള്ള തർക്കം നടക്കുന്നുണ്ട്. ഏതായാലും ഒരു കടലാസ് കൊണ്ടുപോയി തുടച്ചിട്ടല്ല ചോർച്ച ഞങ്ങൾ തീർക്കാൻ പോകുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരിൽ വ്യാജ കത്തിറക്കിയെന്ന കേസിൽ K. സുധാകരന്റെ മരുമകനെ പോലീസ് ചോദ്യം ചെയ്തു. അജിത് കുമാറിനെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. കത്ത് പ്രചരിപ്പിച്ചവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ TO മോഹനെ പിന്തുണച്ചും K. സുധാകരന്റെ വിജയ സാധ്യതയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചും ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് കത്ത് നൽകിയെന്നതാണ് വ്യാജമായി പ്രചരിപ്പിക്കുന്ന കത്തിലെ ഉള്ളടക്കം. കത്ത് തന്റേതെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു.
സംസ്ഥാനത്ത് നിലവിൽ ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലവിൽ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ ട്രിപ്പാകുന്നതാണ് എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. റെഗുലേറ്ററി കമ്മീഷന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കണമെന്നും വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം കാലാവസ്ഥയെന്നും മന്ത്രി പറയുന്നു. വൈദ്യുതി പ്രതിസന്ധിക്കിടെ വിചിത്ര വിശദീകരണവുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലവിൽ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ ട്രിപ്പ് ആകുന്നതാണ് എന്നായിരുന്നു മന്ത്രിയുടെ വാദം. കേരളത്തിൽ നിലവിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓവറായിട്ട് ഉപയോഗം വരുമ്പോൾ ട്രിപ്പ് ആകുകയാണ്, അത്രയേ ഉള്ളൂ. അത് 10 മിനിറ്റോ 5 മിനിറ്റോ അതായത് ലോക്കൽ ഓഫീസേഴ്സിന് അങ്ങനെയല്ല. ട്രിപ്പാകുന്നതിനും ലോഡ് ഷെഡിങ്ങിനും വ്യത്യാസമുണ്ട്. ഇല്ല, ഇപ്പം ഇല്ല. 250 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനുള്ള പെറ്റീഷനുമായി ബന്ധപ്പെട്ട് KSEBയും റെഗുലേറ്ററി കമ്മീഷനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന് കഴിഞ്ഞ 8-ാം തീയതി KSEB പെറ്റീഷൻ നൽകിയിട്ടും കമ്മീഷൻ നടപടികൾ വൈകിപ്പിച്ചുവെന്നാണ് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. 24-ാം തീയതി റെഗുലേറ്ററി ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടത്തിയെങ്കിലും അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയില്ല. പിന്നീട് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടപ്പോഴാണ് 26-ന് ഉത്തരവിറങ്ങിയത്. അപ്പോഴേക്കും പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ലഭ്യമല്ലാത്ത സാഹചര്യമായിരുന്നു. കഴിഞ്ഞ 18 വരെ വൈദ്യുതി ലഭ്യമായിരുന്നു. പെറ്റീഷനിൽ നേരത്തെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിലവിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് KSEB വ്യക്തമാക്കുന്നു. വിവാദങ്ങൾക്കിടെ മന്ത്രി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തിന് 250 മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അധിക വൈദ്യുതി ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. റെഗുലേറ്ററി കമ്മീഷന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിനെ വെട്ടിലാക്കുന്ന തുറന്നുപറച്ചിലുമായി ബിജു പ്രഭാകർ IAS. പിണറായി സർക്കാരിന്റെ കാലത്ത് ആരും അറിയാതെ സംസ്ഥാനത്ത് പവർ കട്ട് ഏർപ്പെടുത്തിയെന്ന മുൻ KCB ചെയർമാൻ കൂടിയായ ബിജു പ്രഭാകർ തുറന്നു പറയുന്നു. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ഈ തുറന്നുപറച്ചിൽ. താൻ ചെയർമാനായിരിക്കെ തന്നെ പലതവണ പവർ കട്ട് നടപ്പാക്കിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി ബിജു പ്രഭാകർ IAS. 10 വർഷം പവർ കട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്ന വാദം തെറ്റാണെന്നും കേരളം നമ്പർ 1 ആണെന്ന് വിശ്വസിക്കുന്നത് അടിമകളാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്പർ 1 എന്നൊന്നും പറയേണ്ടതില്ല. 30% ആൾക്കാർ നമ്മുടെ സർക്കാർ ആശുപത്രി വരുന്നുള്ളൂ. ബാക്കി 70% പ്രൈവറ്റ് ആശുപത്രി പോയി ഇപ്പൊ പ്രസവത്തിനാണെന്നുണ്ടെങ്കിൽ ഏത് പാക്കേജ് വേണമെന്നാണ് ചോദിക്കുന്നത്. 50,000 രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെയുള്ള പാക്കേജ് ഉണ്ട്. ഏത് പാക്കേജ് വേണമെന്നാണ്. എന്നിട്ട് കുഞ്ഞിനൊരു കുഴപ്പം പറ്റിയില്ലെങ്കിൽ നമ്മുടെ നമ്പർ 1 IMR ഞങ്ങൾ കുറച്ചു. ആരോടെ ഇന്ന് അറിയിപ്പ് പറയുന്നത്? ഇത് വിശ്വസിക്കുന്ന കിണറ്റിലെ തവളകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അടിമകൾ ഇവിടെ കിടപ്പുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നല്ല ഭരണാധികാരികളെയാണ് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് നടന്ന നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു തുറന്നുപറച്ചിൽ. മുൻ DGP A ഹേമചന്ദ്രനാണ് ബിജു പ്രഭാകർ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തത്. സിസ്റ്റം വിമർശകരുടെ സംഗമവേദിയാവുകയായിരുന്നു പുസ്തക പ്രകാശന വേദി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മിൽമ പാൽ വില വർധനവിൽ ഉടൻ തീരുമാനമുണ്ടാകില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നടപടി. വില വർധനവിൽ അന്തിമ തീരുമാനം മെയ് 6-ന് ശേഷം നടക്കുന്ന അടിയന്തര യോഗത്തിൽ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മിൽമ പാൽ വില വർധനവ് സംബന്ധിച്ചുള്ള തീരുമാനം ഉടനില്ലെന്ന് മിൽമ ചെയർമാൻ KS മണി വ്യക്തമാക്കി. അടുത്ത ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഇന്ന് നമ്മൾ അജണ്ട വെച്ച് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് പെരുമാറ്റച്ചട്ടം ഒന്ന് റിലാക്സ് ചെയ്ത് തരുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മൾ കത്തും കൊടുത്തു. പക്ഷേ ഇന്ന് വരെ നമ്മൾ ബോർഡ് യോഗം തുടങ്ങുന്നത് വരെ തന്നെ പെരുമാറ്റച്ചട്ടം റിലാക്സ് ചെയ്തിട്ടുള്ളൊരു ഉത്തരവ് വരാത്ത സാഹചര്യത്തിൽ ആ അജണ്ടയിൽ ഫർദറായിട്ട് ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ തീരുമാനിക്കേണ്ട. അടുത്ത പെരുമാറ്റച്ചട്ടം കാലാവധി കഴിഞ്ഞതിന് ശേഷം ഒരു ഭരണസമിതി യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ് ഇന്നത്തെ ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. യോഗം പുരോഗമിക്കുന്നതിനിടെ എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ ഇറങ്ങിപ്പോയി. പാൽവില കൂട്ടുന്നതിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. വില വർധന വൈകിപ്പിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണോ എന്ന് സംശയിക്കുന്നുവെന്ന് മിൽമ ഡയറക്ടർ ബോർഡ് അംഗവും എറണാകുളം യൂണിയൻ ചെയർമാനുമായ CN വത്സരൻ പിള്ള പറഞ്ഞു. പാൽവില വർദ്ധിപ്പിക്കുന്നതിന് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം നടപ്പാക്കുന്നത് വൈകി പോവുകയാണ്. നമ്മുടെ അവകാശം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കിട്ടേണ്ട അവകാശം ഇന്ന് കിട്ടണ്ടേ? ഇനി മാറ്റി വയ്ക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ? അപ്പോൾ ഇത് 2025 ഡിസംബറിൽ തീരുമാനിച്ച കാര്യം ഇതുവരെയും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്.
പാൽവില വർദ്ധിപ്പിക്കുന്നത് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം നടപ്പാക്കുന്നതിൽ വൈകുന്ന ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ളത്. ഞങ്ങൾക്കതിൽ രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ടോ എന്ന് സംശയം ഇപ്പോൾ ഞങ്ങൾക്ക് ജനിച്ചിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വിലവർദ്ധനവിൽ മിൽമ തേടിയിരുന്നു. അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം വൈകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി അശോക് IAS സസ്പെൻഷൻ. സർവീസ് ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അനുമതിയില്ലാതെ മാധ്യമങ്ങളിൽ പ്രതികരിച്ചുവെന്നും സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന്റെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നടപടി. ചീഫ് സെക്രട്ടറിയാണ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചു, അഭിമുഖങ്ങളിൽ വിമർശിച്ചു, IAS ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട സർവീസ് ചട്ടങ്ങളിൽ ലംഘനമുണ്ടായി എന്നിങ്ങനെയുള്ള കാരണങ്ങളാണ് സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിന്റെ നടപടി ചട്ടവിരുദ്ധമെന്നായിരുന്നു ബി അശോകിന്റെ പ്രതികരണം. സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ എന്നും ശക്തമായ നിലപാടുകൾ തുറന്നു പറയുന്ന ഉദ്യോഗസ്ഥനാണ് ബി അശോക് IAS. സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ തുടങ്ങിയ പദവികളിലായിരുന്നു അദ്ദേഹത്തിന്റെ നിലവിലെ സേവനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാധ്യമങ്ങൾ വഴി ബി അശോക് പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. തുടർഭരണം ഫാസിസ്റ്റ് പ്രവണതയാണെന്ന് അശോക് പ്രതികരിച്ചു. സുതാര്യമായ ജനാധിപത്യത്തിന് വോട്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും അശോക് ആവശ്യപ്പെട്ടിരുന്നു. സൈബർ ഫാസിസം അരിച്ചുകയറുന്ന സുഷിരങ്ങൾ അടയ്ക്കുക എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിലായിരുന്നു ഈ തുറന്നു പറച്ചിൽ. ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനങ്ങളുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരമാണെന്ന് പറഞ്ഞാണ് ലേഖനം ബി അശോക് അവസാനിപ്പിച്ചതും. 10 വർഷം പവർ കിട്ടില്ലാത്ത കേരളമെന്ന സർക്കാർ പ്രഖ്യാപനത്തെയും ബി അശോക് വിമർശിച്ചിരുന്നു. സർക്കാരിൻ്റെ വികസനവാദങ്ങളുടെ മുനയൊടിച്ച ഇത്തരം പ്രതികരണങ്ങളാണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന. സർക്കാരിൻ്റെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ നടപടി എന്നതും ശ്രദ്ധേയം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന കേസിൽ വീണ്ടും നിർണായക നിരീക്ഷണവുമായി സുപ്രീംകോടതി. പരിഷ്കാരത്തിന്റെ പേരിൽ ഒരു മതത്തിന്റെ അന്തസത്ത തകർക്കരുത്. കേസിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദത്തിനിടയിലായിരുന്നു പരാമർശം. ശബരിമലയിൽ കയറിയ യുവതികൾ വിശ്വാസികളാണോ എന്നും ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിനു മുൻപിൽ യുവതീ പ്രവേശനം അനുകൂലിക്കുന്നവരുടെ വാദത്തിനിടയിലായിരുന്നു കോടതിയുടെ നിർണായക പരാമർശം. പരിഷ്കാരത്തിന്റെ പേരിൽ ഒരു മതത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. മതത്തിന്റെ അനിവാര്യമായ ആചാരങ്ങളെക്കുറിച്ചുള്ള വാദത്തിനിടയിലാണ് ജസ്റ്റിസ് BV നാഗരത്നയുടെ നിരീക്ഷണം. ഒരു അവിശ്വാസിക്ക് മതപരമായ വിഷയങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളെ തുറന്നുവെച്ച് പരിശോധിക്കേണ്ടതില്ലെന്നും ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി. ശബരിമലയിൽ കയറിയ ബിന്ദു അമ്മിണിയും കനകദുർഗയും വിശ്വാസികളാണോ എന്നും കോടതി ചോദിച്ചു. രണ്ടുപേരും കേരളത്തിൽ നിന്നുള്ള ഹിന്ദുക്കളാണെന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് അറിയിച്ചു. ശബരിമല പ്രവേശനത്തിന് ശേഷം ബിന്ദു അമ്മിണിക്ക് നേരെ ആൾക്കൂട്ടമർദ്ദനമുണ്ടായി എന്നും അഭിഭാഷക വാദിച്ചു. കേസിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന കക്ഷികളുടെ വാദം നേരത്തെ പൂർത്തിയായിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ അന്വേഷണം ഊർജിതമാക്കി ജുഡീഷ്യൽ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് അപകടസ്ഥലവും മെഡിക്കൽ കോളേജും സന്ദർശിച്ചു. 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും വെടിക്കെട്ട് അപകടരഹിതമാക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് പുനഃവശേഷിപ്പിച്ച കരിമരുന്നിന്റെ മണമുള്ള മണ്ണിലേക്കാണ് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ എത്തിയത്. ഉഗ്രസ്ഫോടനം നടന്ന സ്ഥലത്തെ നാശനഷ്ടങ്ങൾ അദ്ദേഹം നേരിട്ട് വിലയിരുത്തി. ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുൾപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥ സംഘം കമ്മീഷന് വിവരങ്ങൾ കൈമാറി. ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരുമായി സംസാരിച്ച ശേഷമാണ് ജുഡീഷ്യൽ കമ്മീഷൻ മുണ്ടത്തിക്കോട്ടെത്തിയത്. വെടിക്കെട്ട് അപകടരഹിതമായി നടത്തണമെന്നാണ് കമ്മീഷൻ ആലോചിക്കുന്നതെന്നും 6 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സ്പാർക്കുണ്ടായതായി ആരോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും അത് പരിശോധിക്കുമെന്നും പ്രദേശത്ത് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ഈ അപകടത്തിൽ പെട്ടുന്നവരെ കണ്ട് ഇതിലെ ദൃക്സാക്ഷികൾ, ഇവിടെ ജോലി ചെയ്തിരുന്നവർ, അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള എൻ്റെ പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഭാഗ്യദോഷം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഏറ്റവും സുപ്രധാന തെളിവ് കിട്ടേണ്ടത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പം പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. അവരൊക്കെ പലരും എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ 2 പേരുടെ സംസാരിച്ചു. ഒരാൾ വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഒന്നും അയക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. അതിലൊരു ജോലിക്കാരൻ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർ ജോലി ചെയ്യാൻ വന്നു എന്നല്ലാതെ
അവർക്കൊന്നും എന്നാ സംഭവിച്ചതെന്ന് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വെടിക്കെട്ട് അപകടരഹിതമായിട്ട് നടത്താവോ എന്ന് തന്നെ ആലോചിക്കും. അങ്ങനെ നടത്താമെങ്കിൽ പിന്നെ വെടിക്കെട്ട് നിരോധിക്കേണ്ട ആവശ്യമില്ല. മരിച്ച എല്ലാവരെയും തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ഇനി DNA പരിശോധനയുടെ ആവശ്യമില്ലെന്ന് കളക്ടർ കമ്മീഷനെ അറിയിച്ചു. വെടിക്കെട്ടുപുരയിലുണ്ടായ തീപ്പൊരിയാണോ ദുരന്തത്തിന് വഴിവെച്ചത് എന്ന കാര്യത്തിലും കമ്മീഷന്റെ തുടർ പരിശോധനകൾ ഉണ്ടാകും. വരും ദിവസങ്ങളിൽ കൂടുതൽ സാക്ഷികളിൽ നിന്നും കമ്മീഷൻ മൊഴിയെടുക്കും. അമൃത ന്യൂസ്, തൃശൂർ. ബംഗ്ലാദേശിനെ കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലാക്കി 5ാം പനി വ്യാപനം കൂടുന്നു. കുട്ടികൾ ഉൾപ്പെടെ 250 പേരാണ് ഇതുവരെ രോഗബാധയെ തുടർന്ന് മരിച്ചത്. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ഗുരുതര സാഹചര്യം ഇന്ത്യക്കും മ്യാൻമറിനും വലിയ ഭീഷണിയാണെന്നും അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് ഉയർന്ന സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ബംഗ്ലാദേശിലെ ആരോഗ്യവകുപ്പിന്റെയും വാക്സിനേഷൻ പരിപാടികളുടെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പാളിച്ചകളാണ് പ്രശ്നത്തിന് പിന്നിലെ പ്രധാന കാരണം. രാഷ്ട്രീയ അസ്ഥിരതയും ഭരണപരമായ കെടുകാര്യസ്ഥതയും കാരണം 2025 വാക്സിനേഷൻ എടുത്ത കുട്ടികളുടെ നിരക്ക് 59.6% കുറഞ്ഞു. 2020 ശേഷം രാജ്യത്ത് കാര്യക്ഷമമായ രീതിയിലുള്ള വാക്സിനേഷൻ യജ്ഞങ്ങൾ നടക്കാത്തത് സമൂഹത്തിൽ രോഗപ്രതിരോധ ശേഷി കുറയാനിടയാക്കി. 1 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് 91% കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നത് സ്ഥിതിവിവര കണക്കുകളിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മാർച്ചിൽ മാത്രം 43 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 5ാം പനിയാണെന്ന് സംശയിക്കപ്പെടുന്ന മരണങ്ങളുടെ എണ്ണം 216 കടന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികൾ ഉൾപ്പെടെ 250 പേരാണ് ഇതുവരെ രോഗബാധയെ തുടർന്ന് മരിച്ചത്. അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ ഈ ഗുരുതര സാഹചര്യം ഇന്ത്യക്കും മ്യാൻമറിനും വലിയ ഭീഷണിയാണെന്നും അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് ഉയർന്ന സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ധാക്ക, ചട്ടോഗ്രാം തുടങ്ങിയ പ്രധാന നഗരങ്ങൾ അന്താരാഷ്ട്ര യാത്രാ കേന്ദ്രങ്ങളായതിനാൽ വിദേശ യാത്രക്കാർ വഴി രോഗം മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ട് എന്ന് ഏപ്രിൽ 23 പുറത്തിറങ്ങിയ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ പൊതുവെ 5ാം പനി കേസുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പുതിയ പ്രാദേശിക വ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 2026 അവസാനത്തോടെ രാജ്യത്ത് നിന്ന് 5ാം പനിയും റുബല്ലയും പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. എങ്കിലും അതിർത്തി സംസ്ഥാനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ നീട്ടിവെക്കാനുള്ള ഇറാന്റെ തീരുമാനത്തിന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ആണവ കരാറിൽ ഇറാൻ വിവേകത്തോടെ പെരുമാറിയില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. ആണവ കരാറിലെ അന്തിമ തീരുമാനം മാറ്റിവെക്കണമെന്ന ഇറാന്റെ പുതിയ നിർദ്ദേശമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ നീട്ടിവെക്കാനുള്ള ഇറാന്റെ തീരുമാനത്തിനെതിരെയാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാൻ വിവേകത്തോടെ പെരുമാറണമെന്നും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. ഇറാൻ ഭരണകൂടത്തിന് കാര്യക്ഷമമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ആണവ കരാറിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം മാറ്റിവെക്കണമെന്ന ഇറാന്റെ പുതിയ നിർദ്ദേശമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇറാന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും രാജ്യം കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ പൂർണ്ണമായും ആണവായുധ മോഹങ്ങൾ ഉപേക്ഷിക്കണമെന്നും നോൺ ന്യൂക്ലിയർ കരാറിൽ ഒപ്പിടണമെന്നുമുള്ള അമേരിക്കയുടെ ആവശ്യം ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ സാമ്പത്തിക മേഖലയെയും എണ്ണ കയറ്റുമതിയെയും ബാധിക്കുന്ന ഉപരോധങ്ങൾ തുടരുന്നതിനിടയിലും ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനെ ട്രംപ് വിമർശിച്ചു. ഇറാന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമായ നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നയതന്ത്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്കും അനിശ്ചിതത്വത്തിനും ആശങ്കയ്ക്കും ഉടനൊന്നും പരിഹാരമില്ലെന്നാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം ഹോർമൂസിൽ നിന്ന് ഇറാൻ പണം ഈടാക്കുന്നതിനെതിരെ GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ അപലപിച്ചു. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന സ്ഥിതി ഹോർമൂസിൽ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഒരംഗത്തിനെതിരായ ആക്രമണം മേഖലയ്ക്കെതിരായ ആക്രമണമായി കണക്കാക്കും. മേഖലയ്ക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത പദ്ധതികൾ വേഗത്തിലാക്കുകയാണ് GCC കൂട്ടായ്മ. തെക്കൻ ലബനനിലെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. സന്നദ്ധ പ്രവർത്തകരും സൈനികരും ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. IPLൽ മുംബൈക്കെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 244 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനെത്തിയ മുംബൈ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 243 റൺസ് എടുത്തു. റയാൻ റിക്കിൾട്ടൺ 55 പന്തിൽ നിന്ന് പുറത്താകാതെ 123 റൺസ് നേടി. വിൽ ജാക്സും 22 പന്തിൽ 46 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഹൈദരാബാദ് 125 റൺസ് എടുത്തിട്ടുണ്ട്.
ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ രണ്ടാം സെമിഫൈനലിലെ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് ആഴ്സണൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായി ഏറ്റുമുട്ടും. നിലവിൽ മികച്ച ഫോമിലാണ് ആഴ്സണൽ. ലീഗിൽ കളിച്ച 8 മത്സരങ്ങളും വിജയിച്ചാണ് ആഴ്സണൽ വരുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ രാത്രി 12:30-ക്കാണ് മത്സരം. കഴിഞ്ഞ ദിവസം നടന്ന ബയേൺ മ്യൂണിക് PSG ഒന്നാം പാദ സെമിയിൽ 4-5 ഗോളുകൾക്കായിരുന്നു PSG യുടെ ജയം.